അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് നൽകാനുള്ളതെന്നും അധ്യാപകരുടെ അവകാശപ്പെട്ട DA കുടിശ്ശിക അടിച്ചുമാറ്റുന്നതോടൊപ്പം കുട്ടികളുടെ ഉച്ചഭക്ഷണ തുകയും സ്കോളർഷിപ്പ് തുക പോലും നൽകാതെ കേരളത്തിലെ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും MK രാഘവൻ MP കുറ്റപ്പെടുത്തി. കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ ജനുവരി 21 മുതൽ 24 വരെ നടക്കുന്ന കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA 10ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, എന്താ പങ്കാളിത്ത പെൻഷന്റെ അവസ്ഥ? പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CPM നടത്തിയ വാഗ്ദാനം എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നു പറഞ്ഞില്ലേ? ഞാൻ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, UDF 2026 ഏപ്രിൽ മാസം അധികാരത്തിൽ വന്നാൽ അധ്യാപക പ്രസ്ഥാനം KPSTA ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് കേരളത്തെ UDF നേതൃത്വം വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഓരോ ദിവസം വിലക്കയറ്റത്തെക്കുറിച്ച് ചർച്ചയില്ല, തൊഴിലില്ലായ്മയെക്കുറിച്ച് ചർച്ചയില്ല. വിലക്കയറ്റം അതിരൂക്ഷമാണ്. 400% വിലക്കയറ്റം നിങ്ങൾ ആലോചിക്കണം. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി കുടുംബങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും കേരളത്തിലെ ഗവൺമെൻറ്റോ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്നില്ല. മറിച്ച് വർഗീയത ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. ആരാ ഈ വർഗീയത പറയുന്നത്? കേരളത്തിലെ ഉത്തരവാദപ്പെട്ട CPM നേതാക്കൾ. ആലോചിക്കണം നിങ്ങൾ. CPM എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെ പാർട്ടിയാണെന്ന് പറയുന്നത്. സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി KM അഭിജിത്ത്, മുൻ സംസ്ഥാന ഭാരവാഹികളായ P ഹരിഗോവിന്ദൻ, C പ്രദീപ്, M സലാഹുദ്ദീൻ, ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ, ട്രഷറർ വട്ടപ്പാറ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം കൽപ്പറ്റ നാരായണനും, വനിതാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK അരുണയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹനും ഉദ്ഘാടനം ചെയ്തു.